പ്രസന്റിൽ നിന്നാണെങ്കിലും വിഷ്വലിൽ നിന്നാണെങ്കിലും നമുക്ക് ആർട്ടിസ്റ്റ് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് ഇട്ടുള്ളൂ പ്ലീസ്. So ladies and gentlemen, Kamal Haasan presents Thug Life, a Mani Ratnam film, an A.R. Rahman musical. അതിന്റെ പ്രസ് മീറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോകുലം ഗോപാലൻ സാറ് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രസ് മീറ്റിൽ ജോയിൻ ചെയ്യാനായിട്ട്. വീണ്ടും ഒരു ബ്രഹ്മാണ്ഡ സിനിമ, നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ജോജു ചേട്ടനുണ്ട്. ഗംഭീരമായിട്ട് കമൽ സാറ് ജോജു സാറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ജോയിനിങ് അബ്രാമി സ്വന്തം തട്ടകത്തിലേക്ക് ഇതിന് വന്നുവെന്ന് പറയാം. ട്രിവാൻഡ്രം ഇതിന്റെ സ്വന്തം ആളാണ്. സോ തഗ് ലൈഫ്, എനിക്ക് തോന്നുന്നു നമ്മൾ കമൽ സാറിന്റെ ഫാൻസ്, മണി സാറിന്റെ ഫാൻസ്, എ.ആർ. റഹ്മാൻ സാറിന്റെ ഫാൻസ്, ഇവരെല്ലാവരും വളരെ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംബോ ആണിത് കാണാനായിട്ട്. ഒരു ഡൗട്ടും ഇല്ല, ഇന്ത്യ മൊത്തമുള്ള സിനിമ ആസ്വദിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും തഗ് ലൈഫ് ഒരു ദൃശ്യ വിസ്മയമായിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടേ ഇല്ല. പഠിക്കുന്നവര്, സിനിമ പഠിക്കുന്നവര്, സിനിമയുടെ ഓരോ ഫ്രെയിംസ് പഠിക്കുന്നവരൊക്കെ തഗ് ലൈഫ് കാണാനായിട്ട് കാത്തിരിക്കുന്ന വാർത്തകൾ ഞാൻ പല സ്ഥലത്തുനിന്നും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. ഇനി നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇനിയുമുണ്ട്. കമൽ സാർ പല പ്രസ് മീറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ട്രിവാൻഡ്രത്തെ പ്രസ് മീറ്റിൽ നല്ല നല്ല ചോദ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രിവാൻഡ്രമായിട്ട് അദ്ദേഹത്തിന് വൈകാരികമായ കുറെ കണക്ഷൻസ് ഉണ്ട്. അവരെത്തുന്നേ ഉള്ളൂ. ജോജുട്ടാ എന്തൊക്കെയുണ്ട്? 5-ാം തീയതി മണിരത്നം സാറിന്റെ സിനിമ ഇറങ്ങിയാണ്. ജോജുവായിട്ടും കൂടെ ഉള്ള സിനിമ കൊണ്ടാടൂ. അബ്രാമി ഇവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കാഷ്വലി സംസാരിക്കില്ല. അബ്രാമി ട്രിവാൻഡ്രത്താണ് മാരവാനിസ് കോളേജിലായിരുന്നു അല്ലേ ടെലിവിഷൻ ഹോസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സിനിമകൾ മലയാള സിനിമയിലൂടെ വന്നു. ഇന്ന് എന്താ പറയാ, തമിഴ് സിനിമയുടെയും സൗത്ത് സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും വളരെ ക്ലോസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. ഇറ്റ്സ് ഗുഡ് ടു സീ യു ബാക്ക് ആഫ്റ്റർ ലോങ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തേക്ക് വീണ്ടും? എനിക്ക് തിരുവനന്തപുരം തന്നെയാണ് എപ്പോഴും വീട്. എവിടെ തന്നെ പോയാലും, ചെന്നൈ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഹിന്ദി ഹോളിവുഡിൽ പോയാലും തിരുവനന്തപുരം തന്നെയാണ്. യു കാൻ ടേക്ക് മീ ഔട്ട് ഓഫ് ട്രിവാൻഡ്രം. സോ ഹാപ്പി ടു ബി ഹിയർ. പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സോ അതേ തിരുവനന്തപുരത്തിലേക്ക് ഇത്രയും വലിയൊരു പടത്തിന് വേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഇന്ന് ഒരു കാറൊക്കെ എടുത്ത് ഞാൻ പണ്ട് താമസിച്ച വീടും പഠിച്ച സ്കൂളും ഒക്കെ കണ്ട് ഒരു ഷാസയൊക്കെ കുടിച്ച് ഒക്കെ ഷാസയൊക്കെ കുടിച്ചു. യെസ്. സോ ട്രിവാൻഡ്രം ഇസ് ഓൾവേസ് ഹോം. ഞാൻ ഹൈസ്കൂൾ വരെയല്ലേ ഇവിടെ പഠിച്ചുള്ളൂ. അപ്പൊ കറങ്ങി നടക്കാൻ അങ്ങനെ വിടത്തില്ലായിരുന്നു. പക്ഷെ കവടിയാർ ഏരിയ ആയിരുന്നു കൂടുതലും. താങ്ക് യു അബ്രാമി. To welcome. All good. It's good to see you. Good to see you. Yeah. A round of applause. The scene has changed. The color has changed. The light has changed. To Shri Krishnan, to Trivandrum. Hands together to welcome the Sagalagala Malavan Kamal Sir joining Trivandrum.
the God's Armed Country Kerala Promotions at Trivandrum. This is the legend on the walk at Trivandrum. One of his favorite plays. Vedvali Nayagan is here at the capital of Kerala, Trivandrum. സ്വന്തം നാട്ടിലേക്ക് വീണ്ടും സ്വാഗതം കമൽ സർ. ഇറ്റ്സ് ഗുഡ് ടു സീ യു. ദ ഹോൾ പെട്ടെന്ന് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു എനർജി ലെവൽസ് മൊത്തത്തിൽ മാറി. നിങ്ങളുടെ എല്ലാവരുടെയും നോട്ടത്തിൽ ഇതിലൊക്കെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാം. ബിക്കോസ് ദ ലെജൻഡ് ഈസ് ഓവർ ഹിയർ. ഇറ്റ്സ് എ പ്ലഷർ, ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഹോസ്റ്റ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് ബെസ്റ്റസ്റ്റ് ആക്ടർ, ഫിലിം മേക്കർ, ദ ഫിലിം പാഷനേറ്റ് സ്റ്റുഡന്റ്, Indian cinema ever witnessed, ladies and gentlemen, boys and girls. Nalazora Kaidatango. His name is Dr. Padma Bhushan Kamal Haasan sir. വളരെ വല്ലപ്പോഴും മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓണമാണെങ്കിലോ വിഷു ആണെങ്കിലോ ക്രിസ്മസ് ആണെങ്കിലോ ഒക്കെ വർഷത്തിൽ ഒന്നുണ്ടാവും. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് മാവേലിക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരുമെന്ന് നമുക്ക് പറയാം. ഇവിടെ 37 വർഷങ്ങൾ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നു. കമൽ ഹസൻ സാറും മണിരത്നം സാറും AR റഹ്മാൻ സാറും ഒന്നിച്ച് ഇത്രയും വലിയ ഗംഭീരമായ ഒരു കാസ്റ്റിംഗിൽ വരാനായിട്ട്. അതാണ് ആ ടൈറ്റിലിന്റെ ഒരു അന്തസ്സ്. കമൽ ഹസൻ പ്രസൻസ് തഗ് ലൈഫ്, എ മണിരത്നം ഫിലിം ആൻഡ് an AR റഹ്മാൻ മ്യൂസിക്കൽ. A round of applause. ആ ഒരു കംബാക്കിന് ആൻഡ് വി ഓൾസോ വിഷ് ഇനി സാർ അങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടാവാതെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കൂടുതൽ സിനിമ സാറിൽ നിന്ന് ഉണ്ടാവട്ടെ. സോ വി ഹാവ് എ അമേസിംഗ് കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ദ ടീം ജോയിനിങ്. ഓരോരുത്തരായിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രസ് മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് കമൽ ഹസൻ സാറിന്റെ കൂടെയും തൃഷ മാമിന്റെയും ജോജോവറ്റിന്റെയും അഭിരാമിയുടെ കൂടെയും ഫുൾ ക്രൂവിന്റെയും ഗോകുലം ഗോപാലൻ സാറിന്റെ കൂടെ നമുക്ക് തഗ് ലൈഫിന്റെ ട്രെയിലർ കാണാം. ലെറ്റ്സ് ചെക്ക് ദാറ്റ് ഔട്ട്. உயிரை காப்பாத்துறவன், ஏமாந்துட்டு இருந்து என்ன மீட்டு எடுத்தவன், உன் தலையெழுத்தையும் என் தலையெழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ நானும் ஒண்ணு, கடைசி வரைக்கும். நான் 8 அடி பாத்தியா, நீ 18. 16 கணக்குள்ள உள்ள இருந்து நான் பார்த்துக்கிட்டு இருப்பேன், வெளியே அவரை பார்த்துக்குவோம். அவரை தான் எல்லாத்தையும் பார்த்து பண்ணாங்க. நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல. நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. நம்ம வீடு தேடி வர நாம தான் கையில் எடுத்துக்கணும். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? விண்வெளி நாயகா. ഓഡിയോ ലോഞ്ചുകൾ കഴിഞ്ഞപ്പോൾ സിനിമ കാണാനുള്ള മൂഡ് കുറച്ചും കൂടെ കൂടിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ കൊച്ചിയിലും ഇവിടെ എല്ലാവരെയും കൂടെ ട്രെയിലർ കാണാനുള്ള ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യമുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ ട്രെയിലർ റിപ്പീറ്റ് ചെയ്താലോ, ഒന്നുകൂടെ കണ്ടാലോ? ആ ഒരു മൂഡ് കുറച്ചും കൂടെ കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഓപ്പണിംഗ് ഷോട്ടിൽ കമൽ സാർ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പെട്ടെന്ന് ഒരു 1 ലൈൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. നിങ്ങൾ ഉയരെ കാപ്പാത്തുവൻ, അങ്ങനെയാണ് ഫസ്റ്റിൽ പറഞ്ഞത്. സോ ഹീസ് ലൈക്ക് ലിറ്ററലി ഇന്ത്യൻ സിനിമയുടെ ഉയരെ കാപ്പാത്തണമെങ്കിൽ தான் அவங்க என்ன சொல்லும். Because every time maybe a decade or 5 years or 4 years down the line when the cinema gets changed in a different mode, ഒരു ട്രാക്ക് മാറുമ്പോൾ കമൽ സാർ അവിടെ വേറെ ഏതെങ്കിലും ട്രാക്കിലോട്ട് മാറി സിനിമ വീണ്ടും ഒരു ട്രാക്കിൽ കൊണ്ടുവരും. And he keeps on experimenting cinema.
അതിപ്പോ തെനാലി ആണെങ്കിലും അവേഷൺ മൂവി ആണെങ്കിലും ഗുരുതിപ്പൊന്നിലാണെങ്കിലും ഇനി തഗ് ലൈഫ് വരാ. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഓരോ അദ്ദേഹത്തിന്റെ സിനിമകളും ഇറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക്. And we call him the University of Cinema. We call him cinema itself. So cinema itself has a name. Cinema equals Kamal Haasan sir. It's a privilege once again to share a dais with his eminent personalities. With a Gambhira Kayadi, I'm getting everyone over here. Once the chairs are done, yeah, that's done. And to begin with, ഇത്രയും വലിയൊരു സിനിമ നമ്മളുടെ കൊച്ചു മലയാളത്തിലേക്ക് എത്തിക്കുക അത് ശ്രമകരമായ കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എപ്പോഴും ചെന്നൈയിലോ ഹൈദരാബാദിലോ ബോംബെയിലോ ഒക്കെ വലിയ ഇവന്റ്സ് നടക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ എല്ലാ വലിയ ആർട്ടിസ്റ്റും വന്ന് ഒരു പ്രൊമോഷൻസ് ഉണ്ടാവുക. അത് പോസിബിൾ ആക്കിയത് ഗോകുലം ഗോപാലൻ സാറിന്റെ ശ്രീ ഗോകുലം മൂവീസ് വന്നതിന് ശേഷമാണ്. സോ വി ഓ ദാറ്റ് ടു ശ്രീ ഗോകുലം ഗോപാലൻ സാർ. I take this honors in inviting Sri Gokulam Gopalan sir to join the dais. അതോടൊപ്പം തന്നെ ഗോകുലം മൂവീസിന്റെ I would say a strong pillar, strength, the executive producer കൃഷ്ണമൂർത്തി sir. A round of applause. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥ കേൾക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ദാറ്റ് ഈസ് കൃഷ്ണമൂർത്തി സർ. ഫോർ ഷുവർ അദ്ദേഹം അധികം സംസാരിക്കാറില്ല, പക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു പവർ ലൈഫ്. ഹീസ് ഫുൾ ടൈം വിത്ത് ഗോപാലൻ സർ. സോ ഹീസ് ഓൾസോ ദാറ്റ്. അടുത്തത് ഐ വോണ്ട് ടെൽ ഷീസ് എ ഗസ്റ്റ്. നമ്മുടെ സ്വന്തം കുട്ടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പഠിച്ച് വളർന്ന് ചെന്നൈയിലേക്ക് പോയി, പിന്നെ പെരുമാണ്ടിയിലേക്ക് കൂടെ വലിയ കമൽ സാർ തന്നെ വലിയ ആർട്ടിസ്റ്റ് ആക്കിയ കലാകാരിയാണ്. A huge round of applause to welcome one and only Abhirami to her hometown Trivandrum. ഞാൻ പറഞ്ഞു, ഒരു സിനിമ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുപഠിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്ന ഒരു ആക്ടർ എന്ന് നിസ്സംശയം പറയാം. കാര്യം അദ്ദേഹത്തിന്റെ വഴികൾ 10-15 വർഷത്തോളം വളരെ ഡിഫറെന്റ് ആയിരുന്നു. ചെറിയ ചെറിയ സിനിമകൾ ചെയ്യും, ഒരു സിനിമയിൽ സ്ഥിരം ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എപ്പോ കാണുമ്പോഴും എന്റെ സമയം എപ്പോഴാണ് മാറുന്നത്, എന്തെങ്കിലും മാറുമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരൻ ഇന്ന് നിൽക്കുന്നത് ഈ സിനിമകളിൽ കമൽ സാറിന്റെ സിനിമയുടെ ഫ്രെയിമിൽ. സ്വാഗതം ചെയ്യാം ശ്രീ ജോജുവിനെ വേദിയിലേക്ക്. ട്രിവാൻഡ്രം. അടുത്തൊരാളെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പൊന്നിയിൻ സെൽവന്റെ ഒരു ടൈമിലേക്ക് ഞാൻ വിളിക്കും. പൊന്നിയിൻ സെൽവന്റെ പ്രൊമോഷൻ ടൈമിൽ മണിസാറ് വന്നപ്പോൾ അന്ന് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തഗ് ലൈഫില് തഗ്ഗാണോ ആ ക്യാരക്ടർ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജെസ്സിയാണ്, നമ്മുടെ ജാനു ആണ്, നമ്മുടെ കുന്തവിയാണ്, നമ്മുടെ എല്ലാം ആണ്. അതങ്ങനെയാണ്. അതായത് ഇവിടെ ഇപ്പം ഇത്ര ലൈറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും അല്ലാതെ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി തിളങ്ങും. The charmer, the muse, the one and only Trisha Krishnan, once again back to Trivandrum for Third Eye. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ മഹാനടനിലേക്ക് ഒരു കാര്യം വളരെ അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാം. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സിനിമ അദ്ദേഹത്തോടൊപ്പം തന്നെ കാണാൻ പറ്റുകയും ആസ്വദിക്കാൻ പറ്റുകയും ആഘോഷിക്കാൻ പറ്റുകയും ചെയ്യാൻ ഭാഗ്യം ചെയ്ത കുറെ ആളുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇവിടെ ഒപ്പമുള്ളവരും ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും. സിനിമ മാറും, കാലഘട്ടം മാറും, ആളുകൾ വരും, താരങ്ങൾ മാറും. പക്ഷേ കമൽ ഹാസൻ എന്ന പേര് എന്നും ഒന്ന് തന്നെ ആയിരിക്കും. ആ തട്ട് എന്നും താണ് തന്നെ ആയിരിക്കും. Ladies and gentlemen, a huge round of applause to welcome the living legend, the iconic, the maverick, Dr. Padma Bhushan Kamal Haasan sir. അത് ഞാൻ ഗോകുലം ഗോപാലൻ സാറിലേക്കാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. കാരണം ഏറ്റവും നല്ല ഒരു തമിഴ് ചിത്രം അത് കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള സന്ദർഭം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പൊന്നിയിൻ സെൽവം എന്ന ഒരു പടത്തെ ആദ്യം ഇവിടെ ക്ഷണിച്ചപ്പോൾ അന്ന് കമലഹാസനും
ദൃശ്യം എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പോൾ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഏറ്റവും നല്ല പടങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നാൽ അത് രുചിക്കാനും ആസ്വദിക്കാനുള്ള ഒരു മലയാളി ടേസ്റ്റ് നമുക്കുണ്ട് എന്നതാണ്. രണ്ടാമത്, കമലഹാസനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം MP ആയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെയാണ് ഇന്ന് MP ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പരിപാടി, വളരെ ആഘോഷമായിരുന്നു തമിഴ്നാട് മുഴുവൻ. അത്ര സന്തോഷമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജനങ്ങളെ പിന്തുണ, അതായത് ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അവൻ നായകൻ ഇവിടെ ഒരു MP ആയി മാറുമ്പോൾ കലാരംഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോക്സഭയിൽ എത്തിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കമലഹാസൻ. മാത്രമല്ല 6 വയസ്സ് മുതൽ ഈ സിനിമാ രംഗത്തിൽ അതിശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കമലഹാസൻ. കാരണം ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെ, ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രമിനൊരു കൈയ്യടി കൊടുക്കാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ പിച്ചവെച്ച് തുടങ്ങിയത് ഇവിടെയാണ്. TV യിൽ നിന്ന് തുടങ്ങി മലയാള സിനിമ, പിന്നെ തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്ന സപ്പോർട്ടാണ്. സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാനിവിടെ നിൽക്കില്ല. സോ ആ ഒരു കടപ്പാട് എനിക്ക് എന്നും കേരളത്തിനോടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടു, എങ്ങനെയുണ്ട്? കൊച്ചിയിലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് കുറച്ചുകൂടെ നോയ്സ് ഉണ്ടാക്കണ്ടേ, ശബ്ദം ഉണ്ടാക്കണ്ടേ? കൊച്ചിക്കാരെ നമുക്ക് ഇച്ചിരി ഒന്ന് തോപ്പിക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ലൈഫിൻ്റെ ഓരോ പ്രൊമോഷൻസും എക്സൈറ്റ്മെൻറ്റിലുള്ളതാണ്. കാരണം ഈ 5-ാം തീയതി വരെ ഉള്ളൂ ഈ ആഘോഷങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം കാണാനായിട്ട് നമുക്ക് കൊതിക്കേണ്ടി വരും. അപ്പോൾ ഈ ടീമിനോടൊപ്പമുള്ള ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചില്ല് മൂടാണ്. താങ്ക് യു. എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ് 5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമ. ആദ്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലൈഫിൻ്റെ ഈ പോസ്റ്ററിൽ കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആ സിനിമയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനിലെ ഫോട്ടോ ആണ്. അതിലും എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇതാണ്. പറഞ്ഞു തന്നെ ഞാൻ പറയേണ്ടത്. ഒരുപാട് സ്നേഹം കമൽ സാറിനോടും മനസ്സിനോടും ടീമിനോടും എല്ലാവരോടും. താങ്ക് യു. Now, the one and only Krishna Krishnan. Ellarkum namaskaram. Very, very happy to be back in Trivandrum again. And thank you, Gopalan sir. Good to meet you again after PS. And as இங்கே எல்லாருக்கும், ஐ திங்க் எல்லாருக்கும் தமிழ் தெரியும். ஸோ நான் தமிழ்லேயே கொஞ்சம் பேசுகிறேன். இங்கே உங்களுக்கு எல்லாருக்கும் தெரியும் எவ்வளோ we love your cinema, how much we respect Malayalam cinema. It's one of the reasons why எல்லா வருஷமும் நான் ஒரே ஒரு மலையாளம் படம் எப்படியாவது ட்ரை பண்ணுவேன் to do it. And in turn, you have welcomed us always with open arms. இங்கே நீங்கள் நம்ம படங்களை பார்க்குறீங்க, ரசிக்கிறீங்க, செரிஷ் பண்ணுறீங்க. And I hope that Thug Life is one such film. So good to see you all again. Thank you. Thank you so much. എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻ സാർ, വി സ്റ്റാർട്ടഡ് ആസ് ജിം മേറ്റ്സ്. ഞങ്ങൾ തുടങ്ങിയത്, ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ജിമ്മിലാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സിനിമ മേറ്റ്സ് ആവും. വേറെ വേറെ ബിസിനസ്സിലായിരുന്നു ഞങ്ങൾ. ഇന്ന് അവിടെയും കണ്ടുമുട്ടി എന്നുള്ളത് സന്തോഷം എനിക്കുണ്ട്. ഈ സ്ട്രോങ് സപ്പോർട്ട് ഫോർ Valan sir and to us also. ജോജു ഇനി ഒന്നും പറയില്ല ഞാൻ ജോജുവിനെ പറ്റി. മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്. പുള്ളി കറഞ്ഞുപോയി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഭാഷ മനസ്സിലാകാത്തവര് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, അങ്ങനെ അറിയുകയാണെങ്കിൽ ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത്. ഞാൻ അടുത്ത ഫംഗ്ഷനിൽ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്. ഈ ഇന്നെ മെന്റലി ക്യൂറായ പോലത്തെ ഒരു അവസ്ഥയാണ്. മെന്റലി ക്യൂർ ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു വാക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വില എനിക്കറിയാം.
പടം കണ്ടാൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു റീഇറ്ററേറ്റ് ദ ഫാക്ട് ദാറ്റ് ഈസ് എ ഗുഡ് ആക്ടർ. പടം കാണുന്നത് ഈ തിരുവനന്തപുരത്തുകാരിയെ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ പഴയ മുതലാളി സുബ്രഹ്മണ്യ മുതലാളിയുടെ ന്യൂ തിയേറ്ററിൽ വെച്ചാണ്. ഞങ്ങൾ തെന്നാലി പത്തനാഭാദ്യം അത് ന്യൂ തിയേറ്ററും അദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ അവിടെ ഐ വാസ് വർക്കിംഗ് ആസ് എ ലോ ലെവൽ ടെക്നീഷ്യൻ ഇൻ മെരിലാൻഡ് സ്റ്റുഡിയോ. സോ അപ്പം തൊട്ട് കണക്റ്റഡ് ടു ദാറ്റ് ഫാമിലി ഓൾസോ. സോ ഐ saw her. Jairam introduced me, and dearest മലയാളികൾ, ഇത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുമ്പോൾ മാത്രം പറയുന്ന വാക്കുകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴേക്കും മനസ്സിലായി കാണും. സോ ദിസ് ഇസ് മൈ ട്രൂ എമോഷൻ. ഇന്ന് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള സെഡ് കമലഹാസൻ ഇവിടെ വീടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര സന്തോഷമാണ്. ദിസ് പ്ലേസ് റിയലി മേക്സ് happy because I have a lot of nostalgia, lot of friends who are alive and dead. But I consider them my pathfinders, my co-passengers in a journey I've taken. It's a long journey and I've met so many good people. I'm very thankful for Kerala. Will always be. ഒരിക്കൽ 20-25 കൊല്ലം മുമ്പ് I got very angry with Malayalam cinema and said certain comments. അതിന് ഇന്ന് മലയാളം സിനിമ തന്നെ എനിക്ക് ഉത്തരം പറഞ്ഞു. They have become something national and international. എനിക്ക് ഇവിടെ എത്തണം മലയാള ചിത്രങ്ങൾ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യങ്ങൾ ആ വാക്കുകൾ പറഞ്ഞു പോയത്. മാപ്പ് ചോദിക്കില്ല. Because I said it out of love. So I thank you for the support. I hope this thug will also get the same love from me. June 5th. Thank you. Take care of the thug. Thank you so much, Kamal sir.